ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. പരീക്ഷ എത്തി, നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ചെറിയ 4 ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരിക. ഇവിടെ നോക്കൂ, ലെറ്റ് us go for a walk എന്ന സെന്റൻസ് തന്നു. എന്തിനായിരിക്കാം ഈ ചോദ്യം? ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ ടാഗ്. പരീക്ഷയ്ക്ക് നിർബന്ധമായി വരുന്ന ഒന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. എങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം? ഇതിനകത്ത് മറ്റൊന്നും വേണ്ട, ഈസി ടിപ്സ് ആണ് പറഞ്ഞു തരിക. ലെറ്റസ് എന്നൊരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സെന്റൻസ് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നോക്കേണ്ടതില്ല. പകരം ഷാൾ ബി എന്ന് ഉപയോഗിച്ചാൽ മാത്രമേ. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, നമുക്ക് എന്താ ആൻസർ ഇതാ ഇവിടെ? ഷാൾ ബി. അതിന് പറയാൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഷാൾ ബി ചോദിച്ചിട്ട് കൊടുക്കുക. ലെറ്റ് മീ യൂസ് യുവർ ഫോൺ അടുത്തൊരു ചോദ്യമാണ്. ലെറ്റ് മീ യൂസ് യുവർ ഫോൺ എന്നത് അടുത്തൊരു ചോദ്യമാണ്. എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? ഇവിടെ ലെറ്റസ് എന്ന് വന്നപ്പോൾ നമ്മൾ ഷാൾ ബി എന്ന് എഴുതിയെങ്കിൽ ഇവിടെ ലെറ്റ് മീ എന്നത് നമ്മൾ ആൻസർ എങ്ങനെ എഴുതണം? ഷാൾ ഐ എന്ന് എഴുതുക. ഷാൾ ഐ എന്ന് എഴുതണം. ഷാൾ ഐ, ഷാൾ ഐ, ഇതാണ് അതിന്റെ ഉത്തരം. ഷാൾ ഐ. അപ്പോ ലെറ്റ് മീ യൂസ് യുവർ ഫോൺ, ലെറ്റ് മീ യൂസ് യുവർ ഫോൺ ആൻസർ എന്താ എഴുതും? ഷാൾ ഐ. പിന്നെ നോക്കൂ, വൺ ഷുഡ് കം, വൺ ഷുഡ് കം. ഈ സെന്റൻസിന്റെ പ്രത്യേകത ഇവിടെ ആരംഭിച്ചിരിക്കുന്ന വൺ എന്ന വേർഡ് കൊണ്ടാണ്. വൺ, ആ വൺ എന്ന വേർഡില് സെന്റൻസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ വൺ എന്ന സബ്ജക്ട് തന്നെ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതാം? വൺ ഷുഡ് കം ഹിയർ. ഇവിടെ സെന്റൻസ് എന്താ? പോസിറ്റീവോ നെഗറ്റീവോ? ഇതെന്താ? പോസിറ്റീവിലാണ്. ഇവിടെ എന്തെഴുതണം? ഷുഡ് എന്ന ഓക്സിലറി അതുപോലെ എടുക്കുക. വൺ ഷുഡ് one should come, one should come. എങ്ങനെ ആൻസർ എഴുതും? one should come, one should come. എങ്ങനെയാണ് ആൻസർ എഴുതുക? എങ്ങനെയാണ് ആൻസർ എഴുതുക? നിങ്ങൾക്ക് ഞാൻ മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ? ഇത് പോസിറ്റീവിലാണ്, അതുകൊണ്ട് നോട്ട് ചേർക്കണം. ഷുഡിന്റ്. ഇനി എന്താ സബ്ജക്റ്റ്? വൺ. ആ ഒന്ന് തന്നെ അവിടെ എഴുതണം. വണ്ണ് തന്നെ എഴുതണം. അതിന്റെ ആൻസർ എഴുതി നമ്മൾ ഷുഡിന്റ് വൺ. ഇനി ഒരു സെന്റൻസ് കൂടെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് സെന്റൻസ്? നൈദർ ഓഫ് ദം എന്നാണ്. ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ സെന്റൻസ് പോസിറ്റീവിലാണ് കിടക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? തുടക്കത്തിൽ തന്നെ നൈദർ എന്ന പ്രയോഗം ഇതെന്താ? നെഗറ്റീവിനെ കാണിക്കുന്നു. അപ്പോൾ ഈ സെന്റൻസ് നെഗറ്റീവിലാണ്. ടാഗ് എങ്ങനെ എഴുതണം? പോസിറ്റീവിൽ. പോസിറ്റീവിൽ ടാഗ് എഴുതുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഓക്സിലറി വെർബ് വേണം. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട്. ഏതാണ് ഓക്സിലറി വെർബ്? ഈസ് ആണ് കിടക്കുന്നത്. ഇവിടെ ഓക്സിലറി വെർബ് ഏതാ? ഈസ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. പക്ഷേ ഇവിടുത്തെ സബ്ജക്ട് എന്താ? ദം എന്നാണ്. നൈദർ ഓഫ് ദം. ദം എന്ന് വന്നാൽ, നൈദർ ഓഫ് ദം എന്ന് വന്നാൽ, സം ഓഫ് ദം എന്ന് വന്നാൽ ടാഗിൽ ദേ എന്ന് ഉപയോഗിക്കണം. അവിടെ ദേ എന്ന് ഉപയോഗിക്കുമ്പോൾ ഇവിടുത്തെ ഈ ഓക്സിലറി വെർബ് മാറും. അത് പ്ലൂറൽ ആകണം. അപ്പോൾ ഒന്ന് തന്നെ എഴുതാം, ആർ ദേ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. അല്ലാതെ എന്നല്ല, ഈസ് ദേ എന്നല്ല. ഇവിടുത്തെ ആൻസർ എന്താ എഴുതും? ആർ ദേ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇങ്ങനത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വന്നേക്കാം. ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടും എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായും കാണുകയും കേൾക്കുകയും ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന അഭ്യർത്ഥനയോടെ എൻ്റെ ക്ലാസ് കാണുന്ന കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും താങ്ക്സ്.